നമസ്കാരം. പത്തനംതിട്ട ഏലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ കീഴിലുള്ള വൃദ്ധസദനത്തിലെ പീഡനത്തിൽ പ്രതികൾ പിടിയിലായതിനു പിന്നാലെ വിശദീകരണവുമായി സ്ഥാപന ഉടമ ബിനു വാഴമുട്ടം രംഗത്ത്. സ്ഥാപനത്തിന്റെ മാനേജർ റിജി, ജീവനക്കാരായ ബെന്നി, സിജോ എന്നിവർ ഇലവുംതിട്ട പോലീസിന്റെ പിടിയിലായതിനു പിന്നാലെയാണ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വിശദീകരണവുമായി ബിനു വാഴമുട്ടം രംഗത്തെത്തിയത്. ഏലോഹിം ആരാധനാലയത്തിന് കീഴിലുള്ള സ്നേഹത്തണൽ വൃദ്ധസദനത്തിൽ വെച്ചായിരുന്നു 17-കാരന് മർദ്ദനമേറ്റത്. തങ്ങളുടെ സഭയും സ്ഥാപനവും ഈ വർഷം മാത്രം ഏകദേശം 3000 കുട്ടികൾക്ക് പഠന സഹായം നൽകിയിട്ടുണ്ടെന്നും കൂടാതെ സ്നേഹത്തണലിന്റെ പേരിൽ നാളിതുവരെ ഒരു പിരിവോ വിദേശ ഫണ്ടോ സ്വീകരിച്ചിട്ടില്ലെന്നും തനിക്കും ഏലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് സ്ഥാപനം നടത്തുന്നതെന്നും ബിനു വാഴമുട്ടം വീഡിയോയിൽ പറയുന്നു. ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ബിനു വാഴമുട്ടം. വിഷയം ഇപ്പോൾ നിയമപാലകരുടെയും കോടതിയുടെയും മുന്നിലാണ്. ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് താനല്ലെന്നും നിയമജ്ഞർ കൃത്യമായ മറുപടി നൽകുമെന്നും ഏതെങ്കിലും കുട്ടികൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപ്രകാരമുള്ള ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കണമെന്നതാണ് തന്റെ നിലപാടെന്നും അദ്ദേഹം പറയുന്നു. ഒരു പ്രത്യേക ഇന്റർവ്യൂ ബോർഡ് വഴിയാണ് സ്ഥാപനത്തിലെ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, PRO തുടങ്ങിയ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നത്. തങ്ങൾ അവിടെ സന്ദർശിക്കാറുള്ളപ്പോഴൊക്കെ ജീവനക്കാർ വളരെ വൃത്തിയായും മാന്യവുമായിട്ടാണ് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. വിവാദത്തിൽ പറയുന്ന കുട്ടിയോടൊപ്പം വന്നിട്ടുള്ള പെൺകുട്ടിയുടെ ഭർത്താവ് തന്നോട് നിരന്തരം സംസാരിക്കുന്നുണ്ടെന്നും ആവശ്യമാണെങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിൽ അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോയും മറ്റ് തെളിവുകളും നൽകാൻ തയ്യാറാണെന്നും ഇയാൾ വ്യക്തമാക്കുന്നു. ലഹരിക്കടിമയായി തകർന്നു പോകുന്ന കുട്ടികളെ കൂടെ കൂട്ടുന്നത് തന്റെ പതിവാണെന്നും ഒരമ്മ സങ്കടത്തോടെ പറഞ്ഞതുകൊണ്ടാണ് അവരുടെ മകനെ കൂടെ നിർത്തിയതെന്നും അദ്ദേഹം പറയുന്നു. ആ കുട്ടി കുറച്ച് അഗ്രസീവ് സ്വഭാവമുള്ളതാണെന്നും കുട്ടിയെ ഉപദ്രവിച്ചതായി തന്റെ അറിവിലില്ലെന്നും ഇത് കോടതിയുടെ മുൻപിലുള്ള കാര്യമാണെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ചെന്നീർക്കര പഞ്ചായത്തിലാണ്. എന്നാൽ ചെന്നീർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൽ യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല. മറിച്ച് ഇതിന് മറുപടി നൽകുന്ന ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര മോഹന് ഏലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഓമല്ലൂരിൽ തങ്ങൾക്കുള്ള 1.25 ഏക്കർ സ്ഥലത്തിന്റെ പെർമിഷനായി 2022 മുതൽ സമീപിച്ചിട്ടും ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. സരോജിനി എന്ന അമ്മ സ്നേഹത്തണലിലെത്തിയപ്പോൾ അവരുടെ 8 സെന്റ് വസ്തു സ്നേഹത്തണലിന്റെയോ ബിനു വാഴമുട്ടത്തിന്റെയോ പേരിൽ എഴുതി നൽകാൻ വന്നിരുന്നു എന്ന ആരോപണവും അദ്ദേഹം നിഷേധിച്ചു. തങ്ങളത് സ്നേഹത്തോടെ നിരസിക്കുകയും പകരം വീടില്ലാത്ത നിർമ്മല എന്ന അർഹയായ ഒരു വ്യക്തിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ആ അമ്മ സ്വത്ത് എഴുതി കൊടുക്കുകയാണ് ചെയ്തതെന്നും അതിന്റെ രേഖകൾ തന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കുട്ടികൾക്ക് പാലോ ഭക്ഷണമോ നൽകുന്നില്ലെന്ന ആരോപണം നിഷേധിച്ചുകൊണ്ട് തങ്ങൾ ഒരു മാസം പാലിനും ബീഫിനും ചിക്കനും വേണ്ടി എത്ര തുക ചെലവഴിക്കുന്നുണ്ടെന്ന കണക്കുകളും ഇയാൾ വീഡിയോയിലൂടെ വ്യക്തമാക്കി. താനോ തന്റെ കുടുംബമോ സഭയിലോ ആളുകളോ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറില്ലെന്നും അന്തേവാസികളായ മാതാപിതാക്കളെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും വീഡിയോയിൽ വ്യക്തമാക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധവും സത്യത്തിന് നിരക്കാത്തതുമായ കള്ളങ്ങളാണെന്നും ഇതിനെതിരെ അഭിഭാഷകരുമായി ആലോചിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ബിനു വാഴമുട്ടം വീഡിയോയിൽ പറയുന്നു. അതേസമയം ബിനു വാഴമുട്ടത്തിനെതിരെ മുൻപും നിരവധി കേസുകളും ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. കോവിഡ് കാലത്ത് സകല ആരാധനാലയങ്ങളും അടച്ചിട്ടപ്പോൾ ഇയാൾ രാഷ്ട്രീയ സ്വാധീനത്തിൽ ആരാധന തുടരുകയും ഹൈക്കോടതി ഉത്തരവുമായി പൂട്ടാൻ വന്ന ഓമല്ലൂർ പഞ്ചായത്ത് അധികൃതരെ ഗുണ്ടകളെ വിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്തതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. ഇയാളുടെ തട്ടിപ്പുകൾ പുറത്തു പറഞ്ഞ് സ്വന്തം ഡ്രൈവറെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് ബിനു വാഴമുട്ടം. ഈ പാസ്റ്റർക്ക് സംരക്ഷണം നൽകുന്നത് കുറച്ചു കാലം മുമ്പ് അന്നത്തെ ഭരണകക്ഷിയായ CPMന്റെ നേതാക്കളായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആറന്മുളയിൽ മത്സരിച്ച മന്ത്രി വീണ ജോർജ് തോൽവി ഭയം കലശലായപ്പോൾ അവസാന അഭയം എന്ന നിലയിൽ തലയിൽ സാരിത്തുമ്പൊക്കെ വലിച്ച് സങ്കടത്തോടെ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനൊപ്പം നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ ഉന്നത രാഷ്ട്രീയക്കാർ ഇയാൾക്ക് സഹായം നൽകിയിരുന്നു.